ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇതൊന്ന് വളരെ റെയറായിട്ടേ കാണാനുള്ളൂ. പണ്ട് ഇത് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പല്ല് എടുക്കാൻ ഉപയോഗിക്കുന്ന ഉമിക്കരിയില്ലേ, ഉമിക്കരി ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ഇത് ഉമ്മിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്, ഈ ഉമിക്കരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. നമ്മളൊക്കെ പാക്കറ്റിൽ മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അല്ലാതെ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്കിതുവരെ അറിയില്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. അപ്പം അതൊന്ന് വീഡിയോ പിടിച്ച് എന്നെപ്പോലെ അറിയാത്ത ഒരുപാട് ആളുകൾ കാണുമായിരിക്കും. അവർക്കൊക്കെ കാണാമല്ലോ, ഒരു രസമല്ലേ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് എന്നോർത്ത്. അപ്പം അത് ഒരു ചട്ടിയിലേക്കിട്ട് തീ കൊടുക്കുവാണ്. അടിയിൽ തീ കൊടുക്കും. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും മേളിലും തീ കൊടുക്കുവാണ്. നമുക്ക് ആ പ്രോസസ്സ് ഒന്ന് നന്നായിട്ട് വാച്ച് ചെയ്താലോ? ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ താഴെ തീയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉമ്മിയെല്ലാം നന്നായിട്ട് പേറ്റി പറക്കിയൊക്കെ ഇടേണ്ടത്. തീ കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് തീ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു കമ്പ് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് തീ കത്തിച്ചിടുവാണ്. ചിരട്ടയാണ് കത്തിച്ച് ഇടുന്നത്. ഈ കൊതുമ്പിലും തീ പിടിപ്പിച്ച് അങ്ങോട്ട് ഇടുന്നുണ്ട്. ഈ ചിരട്ട നന്നായിട്ട് കത്തണം അതിനകത്തിരുന്ന്. തീ പിടിച്ച് കത്തുമ്പോൾ ബാക്കിയുള്ളതിനും കൂടെ മൊത്തം തീ പിടിക്കും. അങ്ങനെ മൊത്തം കത്തി കരി പോലെ ആകണം. നമുക്ക് കണ്ടാലോ എങ്ങനെയാണ് അത് കത്തിക്കരി ആവുന്നതെന്ന്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം എല്ലാത്തിലും തീ പിടിച്ച് നന്നായിട്ട് കത്തിക്കരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ആ തീ ഒന്ന് കെട്ട് വരുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. നന്നായിട്ട് ആ തീയൊക്കെ അണഞ്ഞതിന് ശേഷം ഒരു സ്ഥലത്തേക്ക് അത് തണുക്കാനായിട്ട് നമ്മൾ കൊട്ടിയിടുകയാണ് ചെയ്യുന്നത്. കൊട്ടിയിട്ട് നിരത്തി ഇടണം. അത് തണുക്കുമ്പോൾ നമ്മളൊരു കുപ്പിയിൽ വാരിയിട്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. പല്ലിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇതെല്ലാം ആയിരുന്നു തേച്ചിരുന്നത്. ഇപ്പോഴല്ലേ നമുക്ക് പേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പം നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ ഗുണമായിട്ടുള്ളൊരു കാര്യമാണ്. പഴമയുള്ള ആൾക്കാർ ഇപ്പോഴും ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. അവർക്ക് അതൊന്നും പറ്റില്ല. അപ്പോൾ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം നമ്മുടെ കൈകളിൽ തന്നെയാണ്. നമുക്ക് ചൂസ് ചെയ്യാം എന്ത് യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പം നമ്മളിതൊക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളെയും ഇത് ശീലിപ്പിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.